Hello my dear students, welcome back to Eagle Learning. This is me Aslam. So dear students, നമ്മൾ trigonometry എന്ന് പറയുന്ന ചാപ്റ്റർ ക്രിസ്മസ് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ചാപ്റ്ററിലെ എല്ലാ കൺസെപ്റ്റും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ പഠിക്കാം. സോ ഈ ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി എന്നാണ് എനിക്ക് പറയുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററും കൂടിയാണിത്. സോ ഡിയർ സ്റ്റുഡൻസ്, ഒന്നാമത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ട്രയാങ്കിൾ ഉണ്ട്, 2 ട്രയാങ്കിൾസ് ഉണ്ട്. ആ ട്രയാങ്കിൾസിന്റെ റേഷ്യോസുമായിട്ട് റിലേറ്റഡ് ആണ്. എന്താണെന്ന് നോക്കാം. അതായത് ഒരു ട്രയാങ്കിൾ, അതിന്റെ 3 ആംഗിൾസ്, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. 3 ആംഗിൾസ് വരുന്നത് 45, 45, 90 ആണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1:√2 ആയിരിക്കും. അതായത് 45ന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ 1 ആയിരിക്കും വരിക. 90ക്ക് ഓപ്പോസിറ്റ് ആണെങ്കിൽ √2 ആണ് വരിക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ആണ് 30, 60, 90. അതായത് ആംഗിൾസ് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി വരികയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:√3:2. അതായത് 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ റേഷ്യോ 1 ആയിരിക്കും. 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ റേഷ്യോ 1√3 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇവിടെ 30ക്ക് ഓപ്പോസിറ്റ് ഒരു 5 ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ട് മാറും, 5√3 ആയിട്ട് മാറും. അങ്ങനെ പഠിച്ചാൽ മതി. ഇനി അതേപോലെ തന്നെ 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ റേഷ്യോ എന്തായിരിക്കും? 2 ആയിരിക്കും വരിക. ഫോർ എക്സാമ്പിൾ 30ക്ക് ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ 90ക്ക് ഓപ്പോസിറ്റ് നേരെ അതിന്റെ ഇരട്ടി 10 ആയിട്ട് മാറും. നേരെ തിരിച്ചും പറയാം, 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് വരുന്ന 10 ആണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും വരിക? 5 ആയിരിക്കും വരിക എന്ന് പറയാൻ പറ്റും. സോ ഇത് ബേസ് ചെയ്ത് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ എക്സാം പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാം. ഉറപ്പായിട്ട് ഞാൻ പറയുന്നു, ഇത് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ABCD is a rectangle, angle CAB is equal to 30 degree, AC is equal to 10 centimeters. അതായത് ABCD എന്ന് പറഞ്ഞ റെക്ടാങ്കിൾ ആണ്, അതേപോലെ ആംഗിൾ CAB 30 ഡിഗ്രി ആണ്, AC-യുടെ ലെങ്ത് 10 ആണ് തന്നിട്ടുണ്ട്. ഓൾറെഡി ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കിട്ടും വിചാരിക്കുന്നു. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ അവിടെ കാണുന്നുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് BC. അതായത് BC-യുടെ ലെങ്ത് കണ്ടുപിടിക്കാൻ. എടാ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഈ കാണുന്ന റൈറ്റ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. കാരണം റെക്ടാങ്കിൾ ആയതുകൊണ്ട് ഇത് 90 ഡിഗ്രി ആയിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യം 90. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 വന്നു കഴിഞ്ഞു. ഇത് എത്രയ്ക്ക് ആംഗിൾ വരിക? 60 ആയിരിക്കും സാറേ. കറക്റ്റ് ആണ്, ഇത് 60 ഡിഗ്രിയാണ്. ഇനി നമുക്ക് 30, 60, 90 എന്ന് പറയുന്ന റേഷ്യോ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ എങ്ങനെ കിട്ടി? നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് 2 സൈഡ്സ് ആണ്, BCയും ABയും കണ്ടുപിടിക്കണം. BC കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ 90ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് AC എന്ന് പറയുന്നത് 10 ആണ് തന്നിട്ടുള്ളത്, 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് BC എന്ന് പറയുന്ന ആൾ എത്ര ആയിട്ട് മാറും? അതിന്റെ നേരെ പകുതി 5 സെന്റിമീറ്റർ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ 5 വരുന്നു. BC is equal to 5 സെന്റിമീറ്റർ എന്ന് എഴുതാം. ഇനി അതേപോലെ തന്നെ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിന്റെ ലെങ്ത് എന്തായിരിക്കും? അങ്ങനെയാണെങ്കിൽ വരിക, സാറേ 5ന്റെ കൂടെ √3 കൊടുത്താൽ മതി. 1:√3:2 ആണ് റേഷ്യോ വരുന്നത്. സോ ഇവിടെ 5√3 വരുന്നു. AB is equal to എന്ത് കിട്ടി? 5√3 സെന്റിമീറ്റർ. ഇത്രയേ ഉള്ളൂ ഇതിന്റെ ആൻസർ. ഇങ്ങനെയാണ്. ഇത് വെച്ചൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനും ഈ സെയിം കൺസെപ്റ്റ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ ദ ഫിഗർ AC is the diameter. AC എന്ന് പറഞ്ഞാൽ വ്യാസമാണ്. ഈ ഫിഗറിൽ സർക്കിളിന്റെ വ്യാസമാണ് കേട്ടോ. ഗിവൻ ദാറ്റ് AC is equal to 20 സെന്റിമീറ്റർ. AC-യുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. ആംഗിൾ BAC, ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണ്. അതേപോലെ ആംഗിൾ ACD 45 ഡിഗ്രി ആണ്. ആംഗിൾ BACയും ആംഗിൾ ACDയും നമുക്ക് തന്നിട്ടുണ്ട്. ഈ പറഞ്ഞിരിക്കുന്നത്, അതായത് നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ADC. ആംഗിൾ ADCയുടെ കോൺ ADCയുടെ അളവ് എത്ര? അതായത് ADC എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര വരും? എടാ നമ്മൾ സർക്കിൾസ്, ഇത് ആക്ച്വലി സർക്കിൾസുമായിട്ട് കമ്പൈൻ ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ആംഗിൾ ADCയുടെ അളവ് എന്താ വരിക? നമ്മൾ സർക്കിൾസ് പഠിച്ചാണ്. ഡയാമീറ്റർ, അതായത് ഡയാമീറ്റർ 2 എൻഡായിട്ട് നമ്മൾ സർക്കിളിന്റെ മുകളിലായിട്ട് ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? അത് 90 ഡിഗ്രി ആയിരിക്കും സാറേ. ഇത് 90 ഡിഗ്രിയാണ്. സോ ആംഗിൾ ADC is equal to 90 ഡിഗ്രി കിട്ടി കഴിഞ്ഞു. ആംഗിൾ ADCയും അതേപോലെ ആംഗിൾ ABCയും എന്താ വരിക? അത് 90 ഡിഗ്രി ആയിരിക്കും വരിക. രണ്ടും കിട്ടി. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇത് 45 ആണ്, ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് 45 ഡിഗ്രി ആയിരിക്കും. അതേപോലെ ഇവിടെ 60 വന്നിട്ടുണ്ട്, ഇത് 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളോ? ഈ ആംഗിൾ സാറേ വരിക 30 ഡിഗ്രി ആണ്. അപ്പോൾ നമുക്ക് 30, 60, 90 അതേപോലെ 45, 45, 90 എന്ന് പറയുന്ന 2 ട്രയാങ്കിൾസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മളോട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമുക്കിവിടെ ഇത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ ക്വാഡ്രിലേറ്ററൽ ABCD. ചതുർഭുജം ABCDയുടെ ചുറ്റളവ് കണക്കാക്കുക. അതായത് ABCD എന്ന് പറയുന്ന ചതുർഭുജത്തിന്റെ ചുറ്റളവ് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡിന്റെ ലെങ്ത്തും എന്താക്കണം? എല്ലാ വശങ്ങളുടെ അളവും എന്താക്കണം? നമ്മൾ ആഡ് ചെയ്യണം, കൂട്ടണം, എന്നാലേ പെരിമീറ്റർ കിട്ടുകയുള്ളൂ. സോ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് AB യുടെ, ഈ കാണുന്ന AB എത്ര എന്നറിയണം. അതേപോലെ തന്നെ
BC എത്രയാണെന്ന് അറിയണം, CD അറിയണം, AD അറിയണം. ഇത്രയും ഡിസ്റ്റൻസ്, ഇത്രയും അളവുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എഗെയിൻ നമുക്ക് എന്താക്കാം, ഈ കാണുന്ന നമ്മൾ പഠിച്ച റേഷ്യോസ് ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം. എടാ നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ മാത്രം നോക്കിക്കേ. ABC വെച്ചുകൊണ്ട് ABയും അതേപോലെ BCയും കണ്ടുപിടിക്കാം. അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് AC, അത് 20 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡായ ABയുടെ ലെങ്ത് എത്രയായിരിക്കും വരിക? നേരെ അതിൻ്റെ പകുതി, വിച്ച് മീൻസ് 10 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ കിട്ടി. ഇനി അതേപോലെ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡിൻ്റെ ലെങ്ത് അപ്പോൾ എന്തായിരിക്കും വരിക? അതിൻ്റെ കൂടെ ഒരു √3 കൊടുത്താൽ മതി. സോ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡ് BC, BCയുടെ ലെങ്ത് 10√3 സെൻറ്റിമീറ്റർ. രണ്ട് സൈഡുകൾ കിട്ടി, രണ്ട് വശങ്ങൾ കിട്ടി. ഇനി അടുത്തത് എന്താണ്? ADയുടെ ലെങ്ത് കണ്ടുപിടിക്കണം. ADയുടെയും DCയുടെയും ലെങ്ത് എഗെയിൻ നമുക്ക് എന്താക്കാം, ഈ ADC എന്ന് പറയുന്ന ഈ റൈറ്റ് ട്രയാങ്കിൾ ഇത് 90 ഡിഗ്രിയാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്താണ്? അത് 20 ആണ്. അതായത് ഈ കാണുന്ന AC 20 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 1:1:√2 ആണ്. ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണെങ്കിൽ ഇയാൾ √2 ആണ് വരിക. പക്ഷേ ഇവിടെ നമുക്ക് 1 ആകുമ്പോൾ 20 ആയിട്ടാണ് മാറുന്നത്, √2 വരുന്നില്ല, √2ൻ്റെ അളവ് വരുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി അറിയോ? ഈ കാണുന്ന 20ൻ്റെ കൂടെ, ഈ കാണുന്ന 20ൻ്റെ അടിയിലൊരു √2 കൊടുത്താൽ മതി. 20ൻ്റെ അടിയിലൊരു √2 കൊടുത്താൽ മതി. എന്ത് കിട്ടാൻ? ADയുടെയും അതേപോലെ CDയുടെയും ലെങ്ത് കിട്ടാൻ. സോ ഇയാൾ എന്തായിട്ട് മാറുന്നു? 20/√2. അതേപോലെ ഇയാളും എന്തായിട്ട് മാറും? 20/√2. അതായത് 1:1:√2 ആണ്. പക്ഷേ ഇവിടെ നമുക്ക് 20√2 എന്നുണ്ടെങ്കിൽ, 20√2 എന്നുണ്ടെങ്കിൽ ഇത് 20, ഇത് 20 എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ √2 വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ √2 നമുക്ക് എക്സ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. ഇത് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമായതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നേരെ എന്താക്കുക? √2/√2 കൊടുക്കുക. രണ്ടും സെയിം ആയിരിക്കും, കാരണം ഇതൊരു ഐസോസസ് ട്രയാങ്കിൾ ആണ്. സോ 45 ഓപ്പോസിറ്റ് വരുന്ന രണ്ട് സൈഡുകളാണ് ADയും അതേപോലെ CDയും. രണ്ടിൻ്റെയും അളവ് എന്തായിരിക്കും? സെയിം ആയിരിക്കും വരിക. 20/√2 സെൻറ്റിമീറ്റർ, 20/√2 സെൻറ്റിമീറ്റർ. ഇവരെ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റും കേട്ടോ. 2 × 20, 20/√2 നമുക്ക് ഇങ്ങനെ എഴുതാം. 20/√2 ഇസ് ഈക്വൽ ടു, ഡിനോമിനേറ്ററിൽ നിന്ന് √2 ഒഴിവാക്കാൻ വേണ്ടി ഞാൻ എന്താക്കുന്നു? 2 × 20/√2. 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √2 × √2 ആണ് 2 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 2. സോ ഈ 2ഉം √2ഉം ക്യാൻസൽ ആയാൽ ഒരു √2 ഇവിടെ വന്നു. അപ്പോൾ എന്തായാലും മാറുന്നു? സോറി, 2 × 10 ആയിട്ട് വരാം, 2 × 20 നീതി പോയിട്ടുണ്ട്. അപ്പോൾ 10√2 സെൻറ്റിമീറ്റർ നമുക്ക് എന്താക്കാം? ഈ കാണുന്ന രണ്ട് വാല്യൂസ് ADയുടെയും CDയുടെയും വാല്യൂ കിട്ടി. 10√2 സെൻറ്റിമീറ്റർ, അതേപോലെ AB 10 സെൻറ്റിമീറ്റർ, CB 10√3 സെൻറ്റിമീറ്റർ. എല്ലാ വാല്യൂസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. വേഗം ചെയ്ത് നോക്കി ഫൈനൽ വാല്യൂ കണ്ടത് കേട്ടോ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്. നമ്മളിവിടെ ട്രിഗ്നോമെട്രി ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് സൈനും കോസും ടാനും പഠിക്കാതെ ട്രിഗ്നോമെട്രി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സോ സൈനും കോസും ടാനും പഠിക്കുമ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് 3 വേർഡ്സ് ആണ്. സോ ഖ ടോ, സോ ഖ ടോ. അതായത് സൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കണേ, സോ ഖ ടോ. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ, അതായത് റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. അതേപോലെ കോസ് എന്ന് പറഞ്ഞാലോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ടാൻ എന്ന് പറഞ്ഞാലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. മലയാളം മീഡിയം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പഠിച്ചു വെക്കുക. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എതിർവശം, ഓപ്പോസിറ്റും അഡ്ജസൻറ്റും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട് ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കർണമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അറിയാവുന്ന ആയതുകൊണ്ട് വേറെ കോഡിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. മലയാളത്തിനായിട്ട് പുതിയ കോഡിൻ്റെ ആവശ്യമില്ല. സോ കാട്ടോ എന്ന് തന്നെ പഠിച്ചാൽ മതി. എടാ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനിയസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിനിയസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ആ കോണിനോട്, ആ ആംഗിളിനോട് തൊട്ടടുത്ത് നിൽക്കുന്ന സൈഡിനെ അഡ്ജസൻറ്റ് സൈഡ് എന്നാണ് പറയുക. ബൈ ഹൈപ്പോട്ടിനിയസ് ആണ് കോസ് എന്ന് പറഞ്ഞാൽ. ടാൻ എന്ന് പറഞ്ഞാലോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ് വരിക. നമുക്ക് നോക്കി വെക്കാം ഇതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവിടെ A എന്ന് പറയുന്ന ആംഗിളിൻ്റെ സൈനും കോസും ടാനും കണ്ടുപിടിച്ച് വെക്കാം. സൈൻ A is equal to ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനിയസ്. എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ആരാണ്? BC ആണ്. സോ BC. ഹൈപ്പോട്ടിനിയസ് ആരാണ്? AC ആണ്. സോ BC/AC. സോ സിമ്പിൾ. ഇനി കോസ് A എന്ന് പറഞ്ഞാൽ കോസിൻ്റെ A എന്ന് പറയുന്ന ആംഗിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്, കോസ് എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടിനിയസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് AB ആണ്. സോ AB/ ഹൈപ്പോട്ടിനിയസ് മാറ്റമില്ല, AC തന്നെ സെയിം ആണ് വരിക. ഇനി ടാൻ എന്ന് പറഞ്ഞാലോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് ആണ്. ടാൻ A is equal to എൻ്റെ ഓപ്പോസിറ്റ് സൈഡ്
ബി സി ആണ്, അഡ്ജസൻറ്റ് സൈഡ് എ ബി ആണ്. സോ ബി സി ബൈ എ ബി എന്ന് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് നമുക്ക് എന്താക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി, എ ബി ഇസ് ഈക്വൽ ടു 7 സെൻറ്റിമീറ്റേഴ്സ്, ബി സി ഇസ് ഈക്വൽ 24 സെൻറ്റിമീറ്റേഴ്സ്, എ സി ഇസ് ഈക്വൽ 25 സെൻറ്റിമീറ്റേഴ്സ്. ചിത്രത്തിൽ ആംഗിൾ ബി എന്ന് പറഞ്ഞാൽ 90 ആണ്, ഇത് 24, 25, 7 ആണ്. സൈൻ എ ഇസ് ഈക്വൽ ടു 24 ബൈ കെ ആണ്. വാട്ട് നമ്പർ ഈസ് കെ? സൈൻ എ എന്ന് പറഞ്ഞാൽ 24 ബൈ കെ ആണ്. അതായത് സൈൻ എ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈൻ എൻ്റെ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ് എന്ത് വരിക? സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് 24 ആണ്, ഹൈപ്പോട്ടിനസ് എത്രയാണ്? 25 ആണ്. സോ കെൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? കർണം എന്ന് പറയുന്ന ആളുടെ വാല്യൂ ആണ് കെ, വിച്ച് ഇസ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. ഹൈപ്പോട്ടിനസ് ആണ് അവിടെ വേണ്ടത്. ഇനി കണ്ടുപിടിക്കേണ്ടത് കോസ് സിയും സൈൻ സിയും കണ്ടുപിടിക്കണം. അതായത് സി എന്ന് പറയുന്ന ഈ ആംഗിളിൻ്റെ കോസും സൈനുമാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് സി ഇസ് ഈക്വൽ ടു കോസ് സി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് അഡ്ജസൻറ്റ് സൈഡ് ഓഫ് സി ആൻഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടിനസ്, സമീപവശം ബൈ കർണമാണ് വരിക. സിൻ്റെ സമീപവശം എന്ന് പറഞ്ഞാൽ ഏതാണ്? ബി സി ആണ്. കർണം എന്ന് പറഞ്ഞാൽ എ സി ആണ്. സോ ബി സി ബൈ എ സി ഞാൻ ഇതുണ്ട്, ബി സി ബൈ എ സി വിച്ച് ഇസ് ഈക്വൽ ടു ബി സിയുടെ വാല്യൂ എത്രയാണ്? 24 ആണ്, എ സിയുടെ വാല്യൂ 25. കോസ് സി കിട്ടി. ഇനി സൈൻ സി ഇസ് ഈക്വൽ ടു സൈൻ സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനും ഇതേപോലെ നമുക്കറിയാം ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടിനസ് ആണ്, എതിർവശം ബൈ കർണമാണ് നമ്മൾ പഠിച്ചതാണ്. സോ സൈൻ സിയിൽ സീൻ്റെ ഓപ്പോസിറ്റ് സൈഡ് 7 ആണ്, ഹൈപ്പോട്ടിനസ് കർണത്തിന് മാറ്റമില്ല 25 ആണ്. സോ 7/25 അല്ലെങ്കിൽ നമുക്ക് എന്താക്കാം, എ ബി ബൈ എ സി എന്ന് എഴുതാം, വിച്ച് ഇസ് ഈക്വൽ ടു എ ബിയുടെ വാല്യൂ 7 ആണ്, എ സിയുടെ വാല്യൂ 25 ആണ്. ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ചെയ്ത് വെക്കേണ്ടത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു ഫിഗർ ആണ്. ഈ ഫിഗറിൽ നമുക്ക് ആംഗിൾ ബി 90 ഡിഗ്രി ആണ്, ആംഗിൾ സി 45 ആണ്. ആംഗിൾ സി 45, ഇത് 90 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എ കണ്ടുപിടിക്കാൻ ഇത് 90, ഇത് 44 ആണെങ്കിൽ ആംഗിൾ എ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം കാൽക്കുലേറ്റ് ചെയ്യാം. 90 - 44 ചെയ്താൽ മതി, 46 ഡിഗ്രി കിട്ടും. ആംഗിൾ എ ഇസ് ഈക്വൽ ടു, സാറേ അത് 46 ഡിഗ്രി ആണ്. സിമ്പിൾ അല്ലേ സാറേ? ഇനി അതേപോലെ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് tan 44? 4 ഓപ്ഷൻ ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് tan 44? tan 44 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. 44 സി എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റും അഡ്ജസൻറ്റുമാണ് വരേണ്ടത്. സോ tan 44 ഇസ് ഈക്വൽ, നമുക്ക് ഇത് വെക്കാം, tan 44 ഇസ് ഈക്വൽ ടു 44ൻ്റെ ഓപ്പോസിറ്റ് എ ബി ആണ്, അഡ്ജസൻറ്റ് വരുന്ന ഏതാണ്? അത് സാറേ ബി സി ആണ്. സോ എ ബി ബൈ ബി സി ആണ് വരേണ്ടത്. ഓപ്ഷൻ ഉണ്ടോ എ ബി ബൈ ബി സി? യെസ്, ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് എ ബി ബൈ ബി സി. ഇനി അടുത്തായിട്ട് പറയുന്നു tan 44 ഇൻറ്റു tan 46 ചെയ്താൽ 1 എന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് tan 44 ഇൻറ്റു tan 46 ഈക്വൽ ടു 1. വളരെ സിമ്പിളാണ്. tan 44 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഇനി നമുക്ക് tan 46 കണ്ടുപിടിച്ച് നോക്കാം. tan 46 ഈക്വൽ ടു tan 46 is equal to 46ൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? അത് ബി സി ആണ്. അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? അത് എ ബി ആണ്. സോ ബി സി, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിർവശം എന്ന് പറഞ്ഞത് ബി സി ആണ്. അതേപോലെ തന്നെ സമീപവശം ഏതാണ്? എ ബി ആണ് വന്നത് 46ൻ്റെത്. ബി സി ബൈ എ ബി കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞത് tan 44ഉം tan 46ഉം പ്രൂവ് ചെയ്യാനുള്ളതിൻ്റെ എൽ എച്ച് എസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഞാൻ ചൂസ് ചെയ്യുകയാണ്. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു tan 44 ഇൻറ്റു tan 46. tan 44 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു, എ ബി ബൈ ബി സി, എ ബി ബൈ ബി സി. അതേപോലെ tan 46 ബി സി ബൈ എ ബി, ബി സി ബി സി ക്യാൻസലായി, എ ബി ക്യാൻസലായി, ഈക്വൽ ടു 1 വന്നു. tan 44 ഇൻറ്റു tan 46 1 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു, ആർ എച്ച് എസിലേക്ക് എത്തി. ഹെൻസ് നമുക്ക് എന്താക്കാൻ വേണമെങ്കിൽ ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വെക്കേണ്ടത്. അടിപൊളി ക്വസ്റ്റ്യൻ ആട്ടോ. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇൻ റൈറ്റ് ട്രയാങ്കിൾ എ ബി സി ആംഗിൾ എ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി, എ സി ഇസ് ഈക്വൽ 20 സെൻറ്റിമീറ്റർ, കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ബി സി. അതായത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൽ എ സി എന്ന് പറഞ്ഞാൽ 20 ആണ്. അതേപോലെ ഒരു ആംഗിൾ ഉണ്ട്, ഇത് 40 ഡിഗ്രി ആണ്. ഈ കാണുന്ന ഇതാണ് റൈറ്റ് ആംഗിൾഡ്. ഓക്കെ, ഇനി ചിത്രത്തിലൊരു മട്ടത്രികോണമാണ് എ ബി സി. മട്ടത്രികോണം എ ബി സിയിലെ ആംഗിൾ എ 40 ഡിഗ്രി ആണ്. അതേപോലെ എ സിയുടെ വാല്യൂ 20 ആണ് തന്നിട്ടുണ്ട്. ബി സി കണ്ടുപിടിക്കാൻ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ഒരു ആംഗിളും തന്നിട്ടുണ്ട്, അതേപോലെ ഹൈപ്പോട്ടിനസിൻ്റെ വാല്യൂം അറിയാം. ഓപ്പോസിറ്റ് സൈഡ്, ആ ആംഗിളിന് വരുന്ന, ആ കോണിന് വരുന്ന എതിർവശം ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ നമ്മൾ സൈൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഹൈപ്പോട്ടിനസ്, കർണം അറിയാം, ആംഗിളും അറിയാം. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്, എതിർവശം കണ്ടുപിടിക്കാൻ സൈൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി സമീപവശം, അഡ്ജസൻറ്റ് സൈഡ്, ആ ആംഗിളിൻ്റെ, ആ കോണിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്?
നമ്മൾ കോസ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഇവിടെ നമുക്ക് ഈ കാണുന്ന ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്, വിച്ച് മീൻസ് സൈൻ യൂസ് ചെയ്താൽ മതി. സൈൻ 40 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ ഹൈപ്പോട്ടിനസ് എ സി ആണ്. സോ ബി സി ഈസ് ഈക്വൽ ടു എ സി ഇൻറ്റു ഡിനോമിനേറ്ററിൽ വരുന്ന എ സിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയാൽ എന്നിട്ട് മാറും എ സി ഇൻറ്റു സൈൻ 40. എ സിയുടെയും സൈൻ 40യുടെയും വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ ഓൾറെഡി ഉണ്ട്. എ സിയുടെ വാല്യൂ എത്രയാണ്? അത് 20 ആണ്. സൈൻ 40യുടെ വാല്യൂ എത്രയാണ്? 0.64 ആണ്. കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ എന്താക്കുക, ഫൈനൽ ആൻസർ എഴുതി വെക്കുക. ഐ തിങ്ക് 12.8 സെൻറ്റിമീറ്റർ ആണ് വരിക. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ എന്താക്കുക, എഴുതി വെക്കുക. നല്ലോണം ശ്രദ്ധിക്കണം, എന്താണ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഹൈപ്പോട്ടീനസും അതേപോലെ ആംഗിളും ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടത് സൈൻ ആണ്, അഡ്ജസ്റ്റ് സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടത് കോസ് ആണ്. ഇനി ഓപ്പോസിറ്റ് സൈഡോ അഡ്ജസ്റ്റ് സൈഡോ തന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് പറയാണ് വേറെ ഏതെങ്കിലും കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താക്കണം, അതിനനുസരിച്ച് ടാനോ കോസോ സൈനോ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് എന്താക്കാം, ഡിസ്കസ് ചെയ്യാം. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്. അടുത്ത ടോപ്പിക് വരുന്നത് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ഒരു സർക്കിൾ ഉണ്ട്, റേഡിയസ് ആർ ആണ് വരുന്നത്. ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് സെൻട്രൽ ആംഗിൾ എക്സ് ഡിഗ്രി. അതായത് ഒരു കോഡിൻ്റെ ലെങ്ത്, ഇവിടെ എ ബി എന്ന് പറയുന്ന ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ആ കോഡ് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2r ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ 2 ചെയ്താൽ മതി. 2r ഇൻറ്റു, അതായത് 2r എന്ന് പറഞ്ഞാൽ എന്താ, ഡയമീറ്റർ ആയിട്ട് മാറും. റേഡിയസിൻ്റെ ആരത്തിൻ്റെ ഇരട്ടി എടുത്ത് സൈൻ ഓഫ് ആ ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയുടെ സൈൻ എടുത്താൽ മതി. 2r ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ 2 ചെയ്താൽ മതി. മലയാളം മീഡിയം. ആരം r ആയ ഒരു വൃത്തത്തിൽ കേന്ദ്ര കോൺ എക്സ് ഡിഗ്രി ആയുള്ള ഞാണിൻ്റെ നീളം, അതായത് എ ബി എന്ന് പറയുന്നത് ഈ ഫിഗറിൽ എ ബി ഇസ് ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്താൽ മതി, 2r ഇൻറ്റു സൈൻ ഓഫ് എക്സ് ബൈ 2 ഡിഗ്രി. ഇവിടെ നമ്മളെ കേന്ദ്ര കോൺ വരുന്നത് എക്സ് ഡിഗ്രിയാണ്. നേരെ അതിൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ സൈൻ എടുത്തിട്ട് 2r കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഡിക്കേഷൻ ആണ്. ഇത് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നത് ഇൻ ഫിഗർ റേഡിയസ് ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ ഓ ഈസ് 7 സെൻറ്റിമീറ്റേഴ്സ്. അതായത് ഈ കാണുന്ന സർക്കിളിൻ്റെ റേഡിയസ് 7 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ ബി ഒ സി, ഈ കാണുന്ന ആംഗിൾ 100 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറയുന്നത് ഫൈൻഡ് ആംഗിൾ എ. ആംഗിൾ എ കണ്ടുപിടിക്കണം. ഇത് സർക്കിൾസുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. എടാ നിങ്ങൾ നോക്കിക്കേ, ഈ കാണുന്ന കോഡ്, ഈ കാണുന്ന ഞാണ് സെൻട്രൽ ആംഗിൾ കേന്ദ്ര കോണ് 100 ഡിഗ്രി ആണെങ്കിൽ ആ കാണുന്ന കോഡ് ഞാണ് സർക്കിളിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, അതിന് നേരെ പകുതിയായിട്ട് മാറും, വിച്ച് മീൻസ് 50 ഡിഗ്രി. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണ് സാറേ. വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇനി നെക്സ്റ്റ് പറയുന്നു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ബി സി. ബി സി എന്ന് പറഞ്ഞാൽ എന്താണ്, കോഡിൻ്റെ ലെങ്ത്താണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഇങ്ങനൊരു ഫിഗർ ആണെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. സെൻട്രൽ ആംഗിൾ വേണം, അതേപോലെ റേഡിയസും വേണം. രണ്ടും ഇവിടെ കാണുന്നുണ്ട്. ഇനി സെൻട്രൽ ആംഗിൾ ഇല്ലെങ്കിൽ ആ കോഡ് സർക്കിളിന് മുകളിൽ ഉണ്ടാക്കുന്ന ഈ ആംഗിൾ കിട്ടിയാലും മതി നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ. സോ ബി സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റേഡിയസ് 7 ആണ് ഇൻറ്റു സൈൻ ഓഫ് സെൻട്രൽ ആംഗിളിൻ്റെ പകുതി, അല്ലെങ്കിൽ ഈ ആംഗിൾ 50 ആണ്, പകുതി എടുത്താൽ 50 എന്നാ വരിക. സോ സൈൻ 50 വിച്ച് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 7 14 ഇൻറ്റു സൈൻ 50 ചെയ്താൽ മതി. സൈൻ 50ൻ്റെ വാല്യൂ നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്. സൈൻ 50 0.76 ആണ്. നിങ്ങൾ എന്താക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനൽ ആൻസർ കണ്ടെത്തി വെക്കുക. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് കൺസെപ്റ്റ്. അടുത്ത കൺസെപ്റ്റ് വരുന്നത് കൺസിഡർ ട്രയാങ്കിൾ എ ബി സി. ലെറ്റ് ദ സൈഡ്സ് എ ബി സി എ കോമ ബി കോമ സി ഇഫ് ആർ ഈസ് ദ സർക്കം റേഡിയസ്. അതായത് ഒരു ട്രയാങ്കിൾ എ ബി സി ഉണ്ട്. അതേപോലെ തന്നെ ആ ട്രയാങ്കിൾ എ ബി സിയിൽ ഓരോ സൈഡ് വരുന്നത് എ ബി സി ആണ്. അതേപോലെ ഈ കാണുന്ന ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കം റേഡിയസുമാണ്. സർക്കം റേഡിയസ്, ഇതൊരു സർക്കം സർക്കിളാണ്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ച കൺസെപ്റ്റ് ഇല്ലേ, ആ കൺസെപ്റ്റ് തന്നെയാണ്. ചെറുങ്ങനെ ഇക്വേഷനിൽ ഒരു മാറ്റം വരുത്തിയെന്നുള്ളൂ. അതായത് നമുക്ക് ഈ കാണുന്ന ഫിഗറിൽ റേഡിയസ് അറിയാം, സർക്കം റേഡിയസ് അറിയാം. അതേപോലെ തന്നെ ഇവിടെ കാണുന്ന കോഡിൻ്റെ ലെങ്ത്, ഈ കാണുന്ന ആംഗിൾ അറിയാം, കോഡിൻ്റെ ലെങ്ത് അറിയാം. സർക്കം റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഇതിൽ ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ഇവിടെ നമുക്ക് കോഡിൻ്റെ ലെങ്ത് അറിയാം, ആ കോഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളിൻ്റെ ലെങ്ത്തും അളവും അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കാണുന്ന സർക്കിളിൻ്റെ ഡയാമീറ്റർ, അല്ലെങ്കിൽ 2r എന്ന് പറഞ്ഞാൽ എന്താണ്, ഡയാമീറ്റർ വ്യാസമാണ്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, എ ബൈ സൈൻ എ, അതായത് സൈഡ് ബൈ
സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ. ഈ കാണുന്ന കോഡിൻ്റെ അളവിനോട് നമ്മൾ എന്താക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈനിനെ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ എ ബൈ സൈൻ എ. ഇനി അതേപോലെ തന്നെ ബി ബൈ സൈൻ ബി എന്ന് കാണാൻ പറ്റും. ഈ കാണുന്ന കോഡിൻ്റെ ലെങ്ത് എത്രയാണ്? അത് ബി ആണ്. അതിനെ നമ്മൾ എന്താക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈൻ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സിമിലർലി ഈ കാണുന്ന സൈഡിൻ്റെ ലെങ്ത് വരുന്നത് സി ആണ്. ഈ കാണുന്ന കോഡിൻ്റെ ലെങ്ത് വരുന്നത് സി ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ആംഗിളിൻ്റെ സൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്, സി ബൈ സൈൻ സി. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2r ഡയാമീറ്റർ വ്യാസമായിരിക്കും കിട്ടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്താക്കാം, ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നു, O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ആംഗിൾ എ ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ ബി ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി, ആംഗിൾ സി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ബി സി ഇസ് ഈക്വൽ ടു 6.4 സെൻറ്റിമീറ്റർ. അതായത് ഒരു സർക്കം സർക്കിൾ ഉണ്ട് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്, ആംഗിൾ ബി 80 ഡിഗ്രിയാണ്, ആംഗിൾ സി 60 ഡിഗ്രിയാണ്. അതേപോലെ ബി സി എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത് 6.4 സെൻറ്റിമീറ്റർ ആണ്. ഞാനിൻ്റെ ലെങ്ത് 6.4 സെൻറ്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ഡയാമീറ്റർ ഓഫ് ദ സർക്കിൾ? ഡയാമീറ്റർ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഫിഗർ വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 അളവുകൾ ഉണ്ടോ നോക്കണം. ഏതൊക്കെ അളവാന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഏതെങ്കിലും ഒരു കോഡ്, അവിടെ ഏതെങ്കിലും ഒരു കോഡിൻ്റെ അളവുണ്ടോ നോക്കണം. യെസ്, ഇവിടെ ബി സി എന്ന് പറയുന്ന കോഡിൻ്റെ അളവുണ്ട്, 6.4 ആണ്. ഇനി അതിൻ്റെ വരുന്ന ഓപ്പോസിറ്റ്, അതായത് ആ കാണുന്ന കോഡ് സർക്കിളിന് മുകളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, അല്ലെങ്കിൽ സർക്കിൾ ആണെങ്കിൽ ആ കാണുന്ന കോഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിളിൻ്റെ അളവുണ്ടോ നോക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. സോ വ്യാസം കണ്ടുപിടിക്കാൻ 2r is equal to എന്ത് ചെയ്താൽ മതി, ഇവിടെ ഈ കാണുന്ന ഇയാളുടെ അളവ് എത്രയാണ്? ബി സി ആണ്. സോ ബി സി ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ, സൈൻ ഓഫ് 40 ആണ്. സോ സൈൻ 40, ബി സി ബൈ സൈൻ 40 ചെയ്താൽ മതി. ബി സിയുടെ വാല്യൂ വരുന്നത് 6.4 സെൻറ്റിമീറ്റർ ആണ്. അതേപോലെ തന്നെ സൈൻ 40യുടെ വാല്യൂ ഓൾറെഡി ഗിവൻ ആണ്, 0.64 എന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. സൈൻ വാല്യൂസും കോസ് വാല്യൂസും ഒക്കെ ഓൾറെഡി നമുക്ക് തരും. നമ്മൾ പഠിക്കേണ്ടത് 30, 60, 90, 0, 45 ഈ കാണുന്ന ആംഗിൾസ് കാണാതെ പഠിച്ചാൽ മതി. ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും കേട്ടോ. സോ 6.4 ബൈ സൈൻ 40 എന്ന് പറഞ്ഞാൽ 0.64 ആണ് വരിക. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഈ കാണുന്ന സർക്കിളിൻ്റെ വ്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ കിട്ടും. ആക്ച്വലി ഡയാമീറ്റർ വരിക 10 സെൻറ്റിമീറ്റർ ആണ്. 6.4 ബൈ 0.64 എന്ന് പറഞ്ഞാൽ 2r is equal to നമുക്ക് എന്ത് കിട്ടി? 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. 6.4 ബൈ 0.64 ചെയ്താൽ 10 സെൻറ്റിമീറ്റർ ആണ് വരിക. അടുത്തത് എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ അതർ 2 സൈഡ്സ്? മറ്റ് 2 വശങ്ങളുടെയും നീളങ്ങൾ കണക്കാക്കുക. മറ്റ് 2 വശങ്ങളുടെ നീളങ്ങൾ കണക്കാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആദ്യം പഠിച്ച ഒരു ഇക്വേഷനിൽ റേഡിയസ് അറിയാം, അതേപോലെ തന്നെ അവിടെ വരുന്ന ആംഗിൾ അറിയാം. അങ്ങനെയാണെങ്കിൽ മറ്റ് 2 വശങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ആ കാണുന്ന സർക്കിളിൻ്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ സർക്കിളിൻ്റെ 2 കോഡ്സ്, എ ബി എന്ന് പറയുന്ന കോഡും എ സി എന്ന് പറയുന്ന കോഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ ബി കണ്ടുപിടിക്കാൻ രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, ഇത് എ ക്വസ്റ്റ്യൻ ആണ്. ബി ക്വസ്റ്റ്യനിൽ എ ബി എന്ന് പറയുന്ന കോഡ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച 2r ഇൻറ്റു സൈൻ ഓഫ് x/2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഇല്ലേ, ആ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. ഇവിടെ റേഡിയസ് മാറ്റമില്ല, ഡയാമീറ്റർ അല്ലെങ്കിൽ 2rൻ്റെ വാല്യൂവിന് മാറ്റമില്ല, 10 സെൻറ്റിമീറ്റർ തന്നെ. സോ 10 ഇൻറ്റു സൈൻ ഓഫ്, അതായത് എ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ ബിക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ ആംഗിൾ ആണ് യൂസ് ചെയ്യേണ്ടത്, സൈൻ 60. എ ബി ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു സൈൻ 60 വരുന്നു. സൈൻ 60ൻ്റെ വാല്യൂ ഓൾറെഡി നമുക്ക് ഇവിടെ ഗിവൺ ആണ്, നിങ്ങൾ എന്താക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡാണ് എ സി എന്ന് പറയുന്നതാണ്. സോ എ സി ഇസ് ഈക്വൽ ടു എഗെയിൻ സെയിം 2rൻ്റെ വാല്യൂ എന്താണ്? 10 ആണ്, അതിൽ മാറ്റമില്ല. 10 ഇൻറ്റു സൈൻ ഓഫ്, അതിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്, 80 ആണ്. സൈൻ 80ൻ്റെ വാല്യൂ ഗിവൺ ആണ്. സോ 10 ഇൻറ്റു സൈൻ 80. ഈ 2 വാല്യൂസ് നിങ്ങൾ എന്താക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേഗം കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് ഈ കാണുന്ന കൺസെപ്റ്റ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റ് ആണ്. മൂവിങ് ഓൺ ടു ദ ലാസ്റ്റ്
ടു ടോപ്പിക്സ്, ആംഗിൾ ഓഫ് എലിവേഷൻ ആൻഡ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഇത് എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ മുകളിലോട്ട് നോക്കുമ്പോൾ ഉണ്ടാക്കുന്ന, അതായത് ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് വ്യൂവുമായിട്ടുണ്ടാക്കുന്ന, നമ്മൾ റേസ്ഡ് വ്യൂ സ്ട്രെയിറ്റ് വ്യൂവുമായിട്ടുണ്ടാക്കുന്ന ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുക. അതേപോലെ തന്നെ മേൽക്കോൺ എന്ന് പറയുക. ഇനി അതേപോലെ തന്നെ സ്ട്രെയിറ്റ് വ്യൂവും ലോവേർഡ് വ്യൂവും ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെയാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ അല്ലെങ്കിൽ കീഴ്ക്കോൺ എന്ന് പറയുക. ഇത് രണ്ടും വെച്ച് ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒറ്റൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഈ കാണുന്ന വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്തു ലൈക്ക് ചെയ്തും അതേപോലെ ഓരോ ക്വസ്റ്റ്യൻ ആൻസറും കമൻറ്റ് ചെയ്തൊക്കെ എന്താക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. സോ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് എന്താക്കാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് സ്റ്റാൻഡിങ് അറ്റ് ദ എഡ്ജ് ഓഫ് എ കനാൽ സീസ് ദ ടോപ്പ് ഓഫ് എ ട്രീ അറ്റ് ദ other edge at an elevation of 60 degree. Stepping 10 meters back, he sees the tree at an elevation of 30 degree. The boy is 1.5 meters tall. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ നോക്കാം. ഒരു തോടിനരികത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മരത്തിൻ്റെ മുകളറ്റം 60 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. 10 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ അത് 30 ഡിഗ്രി മേൽക്കോണിലാണ് കണ്ടത്. കുട്ടിയുടെ ഉയരം 1.5 മീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ തന്ന സ്ഥിതിക്ക് ആദ്യം നമ്മളോട് എപ്പോഴും പറയുക, ഡ്രോ എ റഫ് ഫിഗർ. ഒരു റഫ് ഫിഗർ വരയ്ക്കാൻ പറയും. ഞാൻ ഓൾറെഡി ഇവിടെ റഫ് ഫിഗർ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ഇതാണ് നമ്മുടെ ട്രീ. ഇത് ട്രീയുടെ ഹൈറ്റ് ആണെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ കുട്ടിയുടെ ഹൈറ്റ് തന്നതുകൊണ്ട് തന്നെ ഞാൻ ആ കുട്ടിയുടെ ഹൈറ്റ് ഇവിടെ ഈ ഒരു ബോക്സ് ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ നോക്കുന്ന കുട്ടിയുടെ ഹൈറ്റ് വരുന്നത്. ഇവിടെയും കുട്ടിയുടെ ഹൈറ്റ് വരും കേട്ടോ. ഇതും ഇവിടെ നിന്ന് കുട്ടി നോക്കുന്നുണ്ടോ. 1.5 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടി ആദ്യം ഇതാണ് നമ്മുടെ കനാലിൻ്റെ ലെങ്ത്ത്. ഇതാണ് നമ്മുടെ കനാലിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ട്രീ ഇങ്ങനെ വരച്ചു. എന്നിട്ട് കനാലിൻ്റെ ഈ വിടത്തിലും, അതായത് കനാലിനും ഇത്രയും ദൂരം വിട്ടിട്ട് നമ്മുടെ കുട്ടി, അല്ലെങ്കിൽ കനാലിൻ്റെ മറ്റേ അതർ എൻഡിൽ നിന്ന് കുട്ടി എന്താക്കുന്നു, ട്രീൻ്റെ മുകളിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ഉണ്ടായ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. എത്രയാണ്? 60 ഡിഗ്രിയാണ്. ആ കുട്ടി പിന്നെ ഒരു 10 മീറ്റർ പിറകോട്ട് ഇങ്ങനെ നടന്നു. 10 മീറ്റർ പിറകോട്ട് നടന്നു. ഏതൊരു പോയിന്റിൽ നിന്നും, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും നമ്മുടെ ഈ കാണുന്ന ട്രീൻ്റെ മുകളിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഉണ്ടായ ആംഗിൾ ഓഫ് എലിവേഷൻ 30 ഡിഗ്രിയാണ്. ഈ തന്നിരിക്കുന്ന ഫിഗർ വെച്ച് ഇതേപോലെ എന്താക്കുക, നിങ്ങൾ ഫിഗർ വരയ്ക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പോൾ ഡ്രോ എ റഫ് ഫിഗർ, നമ്മൾ എന്താക്കി റഫ് ഫിഗർ വരച്ചു കഴിഞ്ഞു. ഇനി ബി ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ വിഡ്ത്ത് ഓഫ് ദ കനാൽ ആൻഡ് ഹൈറ്റ് ഓഫ് ദ ട്രീ. തോടിൻ്റെ വീതിയും മരത്തിൻ്റെ ഉയരവും കണക്കാക്കാൻ പറയുന്നുണ്ട്. സോ തോടിൻ്റെ വീതി ഞാൻ തൽക്കാലം നമുക്കറിയില്ല, മരത്തിൻ്റെ ഉയരവും നമുക്കറിയില്ല. ഞാനൊരു കാര്യം ചെയ്യാണ്, ഈ ലെങ്ത്ത് എ മുതൽ ഡി വരെയുള്ള ഇത് ഞാൻ ട്രയാങ്കിളിന് ABC എന്ന് പറയുന്ന പേര് കൊടുത്തിട്ടുണ്ട്. ഈ പോയിന്റ് D ആണെന്ന് കൊടുത്തിട്ടുണ്ട്. സോ തോടിൻ്റെ ലെങ്ത്ത് നമുക്കറിയാത്തതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ X എന്ന് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് സൈനും കോസും ടാനൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനേക്കാൾ സിമ്പിളായിട്ട് നമുക്ക് 30, 60, 90 എന്ന് പറയുന്ന റേഷ്യോ വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ ആ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഈ കാണുന്ന അളവ് X ആണ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ കാണുന്ന അളവ് X എന്ന് കിട്ടി. അതേപോലെ ട്രയാങ്കിൾ BDC എന്ന് പറയുന്ന ആൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ, ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും, അത് 30 ഡിഗ്രി ആയിരിക്കും. 30 ഡിഗ്രി. സോ 30, 60, 90 എന്ന് പറയുന്ന റേഷ്യോ വന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾ നോക്കേണ്ട അടുത്ത കാര്യം, 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് BD. ഈ BDയുടെ ലെങ്ത്ത് X ആണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന, നമുക്ക് BC കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, നമ്മുടെ ട്രീയുടെ ഉയരം ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. സോ BC ആദ്യം ഞാൻ കണ്ടുപിടിക്കാം. BCയുടെ ഒരു വാല്യൂ ഞാനിവിടെ ഇത് കണ്ടുപിടിക്കാൻ പോവാണ്. സോ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ സൈഡ് X എന്ന് കൊടുത്താൽ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന BCയുടെ ലെങ്ത് എന്തായിരിക്കും വരിക, അതിൻ്റെ കൂടെ ഒരു √3 കൊടുത്താൽ മതി. കാരണം റേഷ്യോ 1:√3:2 ആണ്. സോ അതിൻ്റെ കൂടെ ഒരു √3 കൊടുക്കുമ്പോൾ X√3 എന്നാണ് നമ്മുടെ BCയുടെ വാല്യൂ വരിക. ഞാനിവിടെ എഴുതി വെക്കുന്നുണ്ട്, ഇൻ ട്രയാങ്കിൾ BDC BC is equal to X√380. കാരണം 1:√3:2 ആണ്. 30ക്ക് ഓപ്പോസിറ്റ് ഏതാണോ വാല്യൂ വരുന്നത് അതിൻ്റെ കൂടെ √3 കൊടുത്താൽ 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന വാല്യൂ കിട്ടുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താണ്, അടുത്തത് വേണ്ടത് യെസ് എഗെയിൻ BC. ഞാൻ എന്താക്കുന്നു, നെക്സ്റ്റ് ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുന്നു. ഇൻ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ 30 എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ ഉണ്ട്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഈ ആംഗിൾ എന്തായിരിക്കും, ഇത്രയും ആംഗിൾ, ഇത് 60 ഡിഗ്രി ആയിരിക്കും. ഇത് 60 ഡിഗ്രി. എഗെയിൻ എന്ത് വന്നു, 30, 60, 90 എന്ന് പറയുന്ന റേഷ്യോ വന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന സൈഡാണ് AB എന്ന് പറയുന്നത്. ഈ ABയുടെ ലെങ്ത് എന്താ വരുന്നത്, 60ക്ക് ഓപ്പോസിറ്റ് വരുന്ന ABയുടെ ലെങ്ത് വരുന്നത്
10 പ്ലസ് എക്സ് ആണ്. അതായത് ഇത്രയും ലെങ്ത് 10 ആണ്, അതേപോലെ ഈ ലെങ്ത് എക്സുമാണ്. സോ 10 പ്ലസ് എക്സ് ആണ് 60ക്ക് ഓപ്പോസിറ്റ് വരുന്നത്. 60ക്ക് ഓപ്പോസിറ്റ് 10 പ്ലസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന ബി സിയുടെ ഈ ലെങ്ത് എന്തായിരിക്കും വരിക? അവിടെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. 30ക്ക് ഓപ്പോസിറ്റ് നമുക്ക് എക്സ് ആകുമ്പോൾ x√3, പക്ഷെ ഇവിടെ 60ക്ക് ഓപ്പോസിറ്റ് 10 പ്ലസ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ നിങ്ങളിങ്ങനെ നേരെ തിരിച്ചാലോചിച്ചാൽ മതി. ഈ കാണുന്ന 60ക്ക് ഓപ്പോസിറ്റ് 10 പ്ലസ് എക്സ് ആകണമെങ്കിൽ 30ക്ക് ഓപ്പോസിറ്റ് വരുന്ന ഈ ബി സിയുടെ ലെങ്ത് എന്തായിരിക്കണം? അതിൻ്റെ ഡിനോമിനേറ്ററിൽ √3 വേണ്ടേ? കാരണം ഇൻറ്റു √3 ചെയ്യുമ്പോൾ എന്താവും? ഡിനോമിനേറ്ററിൽ വരുന്ന √3യും ഈ √3യും ക്യാൻസലായി 60ക്ക് ഓപ്പോസിറ്റ് 10 പ്ലസ് എക്സ് വരും. അപ്പോൾ ബി സിയുടെ അളവ് അല്ലെങ്കിൽ ഈ കാണുന്ന ബി സി ഇൻ ട്രയാങ്കിൾ എ ബി സി എടുക്കുകയാണെങ്കിൽ ബി സി ഈസ് ഈക്വൽ ടു നമ്മുടെ 60ക്ക് ഓപ്പോസിറ്റ് 10 പ്ലസ് എക്സ് ആയതുകൊണ്ട് നമ്മുടെ 30ക്ക് ഓപ്പോസിറ്റ് വരുന്നത് എന്തായിട്ട് മാറും? 10 പ്ലസ് എക്സ് ബൈ √3 ആയിട്ട് മാറും. 10 പ്ലസ് എക്സ് ബൈ √3 ആയിട്ട് മാറും. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഇത് x√3 ആണ്, ഇത് 10 പ്ലസ് എക്സ് ബൈ √3 ആണ്. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ? രണ്ടും ബി സിയുടെ വാല്യൂസ് ആണ്. രണ്ടും എന്താണ്? ബി സിയുടെ വാല്യൂസ് ആണ് വരിക. സോ ബി സി ഈസ് ഈക്വൽ ടു x√3 ഈസ് ഈക്വൽ ടു രണ്ട് ഇക്വേഷൻ നമുക്ക് കൊടുക്കാം. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആണ്, ഇത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. ഫ്രം 1 and 2 x√3 ഈസ് ഈക്വൽ ടു 10 പ്ലസ് എക്സ് ബൈ √3. ഡിനോമിനേറ്ററിലുള്ള √3 ഞാൻ എന്താക്കി? ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. സോ √3 ഇൻറ്റു √3, ഈ √3യും ഈ √3 മൾട്ടിപ്ലൈ ചെയ്താൽ 3 ആയിട്ട് മാറും. 3x ഇസ് ഈക്വൽ ടു 10 പ്ലസ് എക്സ്. എക്സിനെ നമ്മൾ നേരെ ഇങ്ങോട്ട് ജമ്പ് ചെയ്ത് എന്തായിട്ട് മാറും? മൈനസ് എക്സ് ആയിട്ട് മാറും. സോ 3x മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 10. 2x ഇസ് ഈക്വൽ ടു 3x മൈനസ് എക്സ് എന്താണ്? 2x ആണ്, വിച്ച് ഇസ് ഈക്വൽ 10 ആയിട്ട് മാറുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 10/2 വിച്ച് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. എക്സിൻ്റെ വാല്യൂ 5. എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നമ്മുടെ ഈ കാണുന്ന കനാലിൻ്റെ വെടുത്താണ്, നമ്മുടെ ഈ തോടിൻ്റെ വെടുത്താണ്, വീതിയാണ് വരിക. സോ ബി ഡി ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ കനാൽ 5 മീറ്റർ കിട്ടി. ഇനി നെക്സ്റ്റ് വേണ്ട എന്താണ്? നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദ ട്രീ ആണ്. ഹൈറ്റ് ഓഫ് ദ ട്രീ എന്ന് പറഞ്ഞാൽ ഈ ബി സിയുടെ അളവും അതേപോലെ ഈ കുട്ടിയുടെ 1.5 മീറ്റർ ഹൈറ്റും വരും. സോ ബി സി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? x√3 ആണ്. സോ ബി സി ആദ്യം കണ്ടുപിടിച്ച് നോക്കാം. ബി സി ഈസ് ഈക്വൽ ടു x√3. x√3 ആണ്. എക്സിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചില്ല. എത്രയാണ്? 5 എന്ന് കണ്ടുപിടിച്ചതാ. എക്സ് ഇപ്പോൾ ജസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ളൂ 5 ആണ്. സോ ബി സി ഈസ് ഈക്വൽ ടു 5√3. അങ്ങനെയാണെങ്കിൽ height of the tree is equal to 5√3 plus കുട്ടിയുടെ height of the boy അല്ലേ? ബോയ് അല്ലേ? യെസ്, ബോയ്. ആ കുട്ടിയുടെ ഹൈറ്റ് വരുന്നത് 1.5 ആണ്. 5√3 പ്ലസ് 1.5 മീറ്റർ ആണ് എന്ത് വരിക? നമ്മുടെ ട്രീയുടെ ഹൈറ്റ് വരുന്നത്. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. സോ ഡിയർ സ്റ്റുഡൻസ്, കൃത്യമായിട്ട് മനസ്സിലാക്കി നിങ്ങൾ എന്താക്കുക? ഓരോ ക്വസ്റ്റ്യൻ ആൻസറും ചെയ്യാൻ ശ്രമിക്കുക. ഇവിടെ തീരുന്നില്ല. ഇത് എല്ലാ കൺസെപ്റ്റും ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാണ്ട്, അത് മാരത്തോളം നമ്മൾ ഡിസ്കസ് ചെയ്യും. ക്വസ്റ്റ്യൻസ് ആയിരിക്കും, പ്യുവർലി ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കാണുന്ന വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളോട് പറയാനും മറക്കരുത്. ലൈവിൽ മറക്കാതെ നിങ്ങൾ എന്താക്കുക? വരിക. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എന്താക്കുക? കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഏരിയ ഓഫ് എ ബി സി ഡി കാണുന്ന പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. ആംഗിൾ എ ഇത് 120 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും വരിക. അറിയാവുന്ന കാര്യമാണ്, പാരലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടിയാണ് 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഇത് 90 വന്നു, ഇത് 30 വന്നു. അപ്പോൾ നമുക്ക് 30, 60, 90 യൂസ് ചെയ്തുകൊണ്ട് ഈ കാണുന്ന പാരലോഗ്രാമിൻ്റെ ഹൈറ്റ് ഇതിപ്പോൾ ഒരു ഇ എന്ന് പറയുന്ന പോയിന്റ് ആണെങ്കിൽ ഡി ഇ കണ്ടുപിടിക്കാം. അതേപോലെ എ ബിയുടെ ലെങ്ത് ഓൾറെഡി ഗിവഡാണ്, 8 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം? ഈ പാരലോഗ്രാമിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഏരിയ കണ്ടുപിടിച്ച് നിങ്ങൾ എന്താക്കുക? ആൻസർ കമൻ്റ് ആയിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഈ കാണുന്ന ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയ ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ.